ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി തുടങ്ങിയവയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് പട്ട, ഗ്രാമ്പൂ, അതിൻ്റെ പാക്കറ്റൊക്കെ കിട്ടില്ലേ വാങ്ങാൻ, അത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഒരു പാക്കറ്റ് ഫുൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ നമ്മളുടെ ആവശ്യത്തിന് വേണ്ട ചിക്കൻ എടുക്കാം. നന്നായി മസാലയിൽ മിക്സ് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. കുക്കർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചായിരുന്നു, അതും കൂടി ചേർത്തിട്ട് ചിക്കൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതും വെച്ച് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം കുറേ മുകളിലായിട്ട് ഇടരുത്, കുറച്ച് താഴെയായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബസ്മതി റൈസ് മുമ്പേ വേവിച്ച് വെച്ചായിരുന്നു. ഉപ്പും കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊക്കെ ഇട്ട് വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ആ റെഡിയായ റൈസ് നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ആ ചോറിൻ്റെ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്മോക്ക് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഷോപ്പിൽ നോക്കി ചാർക്കോൾ വാങ്ങാൻ കിട്ടും. ചാർക്കോളിൻ്റെ അടുത്ത് തക്കണ്ടില്ല, ഇങ്ങനെ ബർണറിൽ വെച്ച് നല്ലോണം നെരുപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം അതെടുത്തിട്ട് ഈ ഞങ്ങൾ വെച്ച പാത്രം ഉണ്ടല്ലോ അതിലോട്ടിട്ട് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. അപ്പം തന്നെ ആ സ്മോക്ക് വരുമ്പോൾ തന്നെ കുക്കർ അടച്ച് വെക്കണം. എന്നിട്ട് ഒരു വിസിൽ വേവിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു വിസിൽ തന്നെ വേവിച്ചു കൊടുക്കാം. അതിനേക്കാളും ആവാൻ വെക്കരുത്. ആ ഒരു വിസിൽ വെന്തതിന് ശേഷം പുറത്തെടുത്തിട്ട് നല്ല മണമാണ് കേട്ടോ. എന്താ മണം എന്നറിയോ. അതിനുശേഷം നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റുമാണ്. ആ സ്മോക്കിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ്, ഈസിയുമാണ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാക്കാണ്ടില്ലേ, ചിക്കനൊക്കെ ഇങ്ങനെ ഒഴുകി വരികയാണ്. പിന്നെ ഞാൻ ബാക്കിയുള്ള ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചു. സൂപ്പറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.